ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ കഴിഞ്ഞ ദിവസം ഞാൻ കൊറിയറിൽ വന്നതിൻ്റെ കുറച്ച് സക്യുലൻസിൻ്റെയും ക്യാക്ടസിൻ്റെയൊക്കെ ഒരു റിവ്യൂ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഒരു 3 വെറൈറ്റി, അതായത് ഒരു ക്യാക്ടസ് പിന്നെ സക്യുലൻസിൻ്റെ തന്നെ 2 വെറൈറ്റി ആണ് ഞാനിവിടെ നിന്ന് അതിൻ്റെ ഒരു പോട്ടി മിക്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇതാണ് ക്യാക്ടസ് വരുന്നത്, ഈ ഒരു വെറൈറ്റി. പിന്നെ ഇതൊരു ലക്ഷ്മി കമലം പോലത്തെ, അതായത് ലോട്ടസിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു സക്യുലൻറ്റ്. പിന്നെ നമ്മുടെ ഒരു വിഷറിയൊക്കെ പോലെ ചൈനീസ് വിഷറി ഇല്ലേ, ഫാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു വിഷറീൻ്റെ മോഡലിൽ വരുന്ന ഒരു സക്യുലൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പോട്ടി മിക്സിലാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പൂഴിമണൽ, ആറ്റുമണലാണ് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇല അഴുകിയെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഇല ഒരു ചാക്കിലിട്ട് വെച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് അരിച്ചിട്ട് വന്നിരിക്കുന്ന അതിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് കട്ടി കൂടിയ ഭാഗങ്ങൾ, കുറച്ച് ദ്രവിക്കാത്ത ഭാഗങ്ങൾ ആണ് നമ്മൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഒരു സ്ക്വയർ പോട്ടിൻ്റെ ഒരു വൈറ്റ് പോട്ട്, നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് പോട്ടാണ് ഇത്. ഞാൻ കുറച്ചൊരു 10-30 ഞാൻ മേടിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 15 രൂപയാണ് ഒരു പോട്ടിന് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈ പോട്ടിനകത്ത് നമ്മൾ അടിഭാഗത്ത് ഈ അരിച്ചതിൻ്റെ ഭാഗത്തുള്ള കുറച്ച് കട്ടി കൂടിയ സംഭവം ഇടുക, എന്നുവെച്ചാൽ നല്ല ഡ്രെയിനേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം തീരെ കെട്ടിക്കിടക്കില്ല. നമുക്ക് സക്യുലൻസിനും ക്യാക്ടസിനും നല്ല ഡ്രെയിനേജ് വേണം. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ടുള്ളൊരു പോട്ടി മിക്സ് തന്നെ അതിന് ഞാൻ ട്രൈ ചെയ്തതാണ്. സക്സസ് ആയിട്ടുള്ളൊരു പോട്ടി മിക്സാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് വെള്ളം ഡ്രെയിൻ ആവുന്ന ടൈപ്പ് ഒരു പോട്ടി മിക്സാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിന് നമ്മൾ ഒരു കപ്പ് 1:1 റേഷ്യോയിൽ ആറ്റുമണലും പിന്നെ ഈ ഇല നമുക്ക് ദ്രവിച്ച പൊടി, അഴുകിയെന്ന് പറയാൻ പറ്റില്ല, ദ്രവിച്ച പൊടി, അത് നമ്മളൊരു ചാക്കിലിട്ട് ദ്രവിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു പോട്ടി മിക്സ് കിട്ടുക എന്നുള്ള രീതിയിൽ, ഇല ദ്രവിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും ഇതും കൂടെ ചേർത്ത് 1:1 റേഷ്യോ ആണ് മിക്സ് ചെയ്യുന്നത്, ആറ്റുമണലും. അപ്പോൾ ആറ്റുമണലും ഇതും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യുക. കാരണം വെച്ചാൽ അത് അവിടെ എവിടെയും കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ മിക്സ് പോട്ടിങ് ആയിട്ടുള്ള ഒരേ ഒരു രീതി കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു ഭാഗത്ത് മറ്റേ ആറ്റുമണൽ കിടക്കും, വേറൊരു ഭാഗത്ത് പോട്ടി മിക്സ് കിടക്കും. അപ്പോൾ മിക്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നന്നായിട്ട് വെള്ളം ഡ്രൈ ആയിട്ട് പെട്ടെന്ന് പോകത്തുള്ളൂ. എന്നാൽ പിന്നെ ആ വളം കുറച്ച് അതിൽ പിടിച്ച് നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ഈ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത ഇത് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പിടിയായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്ന രീതിയിൽ, ഓൾമോസ്റ്റ് ഒരു 90% ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത്. ഓൾറെഡി നമ്മൾ ഡ്രെയിനേജിൻ്റെ ഭാഗം അടിഭാഗം ഇട്ടു. എന്നിട്ട് ഇത് ഒരു പിടി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു 80% ഫില്ല് ചെയ്ത് കൊടുക്കുക. 80-90% ടോപ്പ് ലെവലിൽ വരെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഒന്ന് കുലുക്കി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് ഒതുങ്ങും മണ്ണ്. ഓക്കെ, അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ടോപ്പ് വരെ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആ ലെവൽ വരെ ഒരു ഇച്ചിരി ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് ആ ലെവൽ വരെ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ട് ഒരു ചെറിയൊരു ഹോൾസ് പോലെ താഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ കണ്ടോ, അടിയിൽ നമുക്ക് ആ ഒരു വേരുകൾ നമുക്ക് കാണാം. അപ്പോൾ ഞാനിപ്പം വെച്ചിരിക്കുന്ന ആ പോർഷൻ വരെയാണ് നമുക്കതിൽ ഡിപ്പായി കിടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഭാഗമാണ് ഇതിലേക്ക് താഴ്ത്തി ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് മണ്ണിടുമ്പോൾ അതിൻ്റെ എതളുകളുടെ ഇടയിലേക്ക് ഒരിക്കലും മണ്ണ് പോയി കിടക്കരുത്. അത് ഇൻഫെക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം സൈഡിൽ കണ്ട ഇങ്ങനെ വേര് കാണുന്നുണ്ടെങ്കിൽ ആ വേരും കൂടെ കുറച്ചുകൂടി മണ്ണെടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. മണ്ണിടുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ പോർഷനിൽ നമ്മൾ ലീഫിൻ്റെ ഇടയിലേക്ക് മണ്ണ് പോവില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, പോയിട്ട് തന്നെ കുറച്ച് എന്തെങ്കിലും സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ വെള്ളം കുറച്ച് കുടഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മണ്ണ് നമ്മൾ മാറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വേറെ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് പിടിച്ച് അമർത്തി കൊടുക്കുക. ഇനി കൂടുതൽ അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ലീഫൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല അമർത്തിയിട്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന മണ്ണ് മാറിക്കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ താഴേക്ക് വേര് ഓടുകയും ചെയ്യും. അത് നന്നായിട്ട് അതിൽ ഉറച്ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബോധറേഷൻ വരുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ നല്ല രസമുള്ളൊരു മോഡലാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ ഞാൻ നിറച്ചിട്ട് ക്യാക്ടസാണ്. അപ്പോൾ ക്യാക്ടസ് എങ്ങനെയാണ് നമുക്കതിൽ നട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മളൊരു ഹോൾസ് അവിടെ ആക്കിയതിന് ശേഷം ഈ ക്യാക്ടസിൻ്റെ അടിയിൽ വേര് വന്ന ക്യാക്ടസിൻ്റെ ഭാഗം എടുത്ത് ചുറ്റിനും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചൊന്ന് അമർത്തി കൊടുക്കുക. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് അമർത്തി കൊടുത്ത് പിന്നെ വേണമെങ്കിൽ ഒരു കമ്പ് എടുത്തിട്ട് നമുക്ക് സൈഡിൽ നിന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വിരലുകൊണ്ടാക്കാം. ചിലപ്പോൾ കയ്യിൽ മുള്ളു കുത്തിക്കൊള്ളും. ഒരു കമ്പ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ കുത്തി ഇറക്കി കൊടുക്കുക. അതായത് ക്യാക്ടസിൻ്റെ ഭാഗത്തേക്ക് ചേർന്ന് വരുന്ന രീതിയിൽ ചരിച്ചിട്ട് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക.
എന്നിട്ട് സൈഡിൽ വരുന്ന സ്ഥലത്തേക്ക് മണ്ണിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കഴിയുന്നത് മണ്ണിടാണ്ടിരിക്കുക. കാരണം മണ്ണ് അതിന് മുകളിൽ വീണാൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പം ഞാൻ തട്ടിയ പോലെ ഇങ്ങനെ ഒന്ന് ചട്ടിയോട് കൂടെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ തട്ടി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മണ്ണ് എല്ലാ ഗ്യാപ്പുള്ള ഏരിയയിലേക്കും ഫില്ലാവും. നമ്മൾ ഈ വടി കുത്തിയ ഏരിയയിലേക്കുണ്ട് ഫില്ലാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വേര് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ സ്ട്രോങ് ആവുകയും ചെയ്യും. പിന്നെ അത് കൂടുതൽ അങ്ങനെ ഇറങ്ങിയിൽ ചെറിയ ആട്ടമുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. അത് നന്നായിട്ട് വേര് പിടിക്കുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. പിന്നെ അങ്ങനെ ആടുന്നതൊന്നും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും തന്നെ വേര് നന്നായിട്ട് താഴേക്ക് ഇറങ്ങും. നല്ല നീർവാർച്ചയുള്ള ടൈപ്പ് മണ്ണിളക്കമുള്ള പോട്ടി മിക്സ് ആയതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ ഉണ്ടാവും, നന്നായിട്ട് റൂട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ലക്ഷ്മി കമലം ടൈപ്പിൽ ലോട്ടസ് ഷേപ്പിൽ വരുന്ന ആ സക്യുലൻ്റ് എങ്ങനെ. അതിന് ഒരു 3-4 റൂട്ട്സാണ് ഉണ്ടാവുക. അധികം റൂട്ട്സ് താഴേക്ക് ഉണ്ടാവില്ല അതിന്, കാരണം നമ്മൾ അതിൽ നല്ല വേർപെടുത്തി എടുക്കുന്നതിന്. അപ്പോൾ ഈ ഒരു റൂട്ട് 3 നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് അവിടേക്ക് കയറ്റി ഇങ്ങനെ മണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. കുഴിച്ചിറക്കൊന്നും വേണ്ട. എന്നിട്ട് ആ റൂട്ട് സൈഡിൽ നിന്ന് ഒന്ന് അമർത്തി കൊടുക്കുക താഴേക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഈ പോട്ടി മിക്സ് നമ്മൾ സൈഡിൽ നിന്ന് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ലീഫിൻ്റെ ഇടയിൽ ഒരിക്കലും മണ്ണ് കയറരുത്, ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, എന്നിട്ട് ആ മണ്ണ് മൂടി വെച്ചേക്കുക. ഇനി മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് വേര് ആ മണ്ണിൽ തട്ടി കഴിയുമ്പോൾ പിന്നെ ആ വേര് താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും. അടിയിൽ നിന്ന് തന്നെ നനവും വളങ്ങളും അടിയിൽ നിന്ന് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേര് താഴേക്ക് പോവുകയും ചെയ്യും, പ്ലാന്റ് സ്ട്രോങ് ആവും. ഇനി തീരെ വേരില്ലാത്ത കണ്ടീഷനിൽ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ പൈനാപ്പിളിൻ്റെയൊക്കെ ടോപ്പ് പോർഷൻ വെക്കുന്ന പോലെ ജസ്റ്റ് മണ്ണിൽ വെച്ച് കൊടുക്കുക, റൂട്ട് താഴേക്ക് വന്ന് ഇറങ്ങിക്കോളും. വേറെ അതിന് ബോധറേഷൻ ഒന്നും ആവേണ്ട, സൈഡിലേക്ക് ഇറങ്ങിയോ ആടുന്നുണ്ടെന്നൊന്നും കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നല്ലൊരു ഭംഗിയാണ് ശരിക്കും വൈറ്റ് പോട്ടിൽ ഇതുപോലെ സക്യുലൻസും കാക്ടസും വെക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്വയർ വൈറ്റ് പോട്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇൻഡോർ നമ്മളൊരു ഏരിയയിലൊക്കെ ചെയ്താൽ. പ്രത്യേകിച്ച് ഒരു ഡാർക്ക് കളർ ഷെയ്ഡ് വരുന്ന ഒരു വിൻഡോ ഷെയ്ഡിലൊക്കെ നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ജനലിൻ്റെ സൈഡിൽ വരുന്ന ഒരു തട്ട് പോലത്തെ സ്ഥലമില്ലേ, അവിടെയൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതിന് വെളിച്ചം മാത്രം മതി. കാക്ടസിൻ്റെ മെയിൻ ഒരു ഇതെന്ന് വെച്ചാൽ വെളിച്ചം കിട്ടിയാൽ മതി, വെയിലൊന്നും വേണ്ട. അപ്പോൾ ഇൻഡോർ പ്ലാന്റിലാക്കി വെക്കാൻ ബെസ്റ്റ് സാധനമാണ്. പിന്നെ അതെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ ഫിൽട്രേഷനും വരുന്നുണ്ട്, എയർ ഫിൽട്രേഷനൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു.